അതിതീവ്ര മഴ മുന്നറിയിപ്പിനെ തുടർന്ന് സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ കൂടിയായ നീത കെ ഗോപാൽ എന്നോടൊപ്പം ചേരുന്നു. മാഡം, വലിയൊരു മഴക്കെടുതി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് തുടർച്ചയായിട്ട്. അപ്പോഴാണ് ഈ ന്യൂനമർദ്ദം കാറ്റും ഒക്കെ ശക്തമായി കടന്നു വരുന്നത്. എന്താണ് നിലവിലെ സാഹചര്യം? ന്യൂനമർദ്ദം അതൊരു ഡിപ്രഷനാണ്. ആ ഡിപ്രഷനിൽ നിന്ന് ഉച്ച കഴിയുമ്പോഴേക്കും അത് കരയിൽ തൊടും. ബംഗ്ലാദേശും വെസ്റ്റ് ബംഗാൾ തീരം തൊടും അത്. അപ്പോൾ അതിനുശേഷം അത് വടക്ക് കിഴക്ക് ദിശയിലേക്ക് നീങ്ങുന്നതോടുകൂടി നമ്മളുടെ കാറ്റുമായിട്ടുള്ള ബന്ധം വേർപെടും. അപ്പോൾ നമ്മളുടെ കേരള തീരത്തുള്ള പടിഞ്ഞാറൻ കാറ്റ് ഒന്ന് ശക്തിപ്പെടും. അതുകൊണ്ടാണ് ഇന്നും നാളെയും നമ്മൾ റെഡ് അലേർട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പം വടക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലുമായിട്ടാണ് റെഡ് അലേർട്ട് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് ഉണ്ട്. അപ്പൊ ഇന്ന് ഈ 2 ദിവസത്തേക്ക് മഴ കുറച്ച് കൂടുതൽ പ്രതീക്ഷിക്കുന്നു. ഇന്ന് നാളെ അതായത് സാധാരണ ഈ അതിതീവ്ര മഴയ്ക്കാണോ സാധ്യത? അതിതീവ്ര മഴ ഉണ്ടാവും. മിക്കവാറും എല്ലാ ജില്ലയിലും കനത്തതോ അതിശക്തമായിട്ടുള്ള മഴ, അല്ലെങ്കിൽ യെല്ലോ ഓറഞ്ച് കാറ്റഗറിയിലായിരിക്കും കൂടുതൽ മഴ. പിന്നെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നമ്മൾ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിലെ പുതിയൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുന്നു എന്ന് പറയുന്നു. അത് ഇവിടേക്ക് എത്തുന്ന അതിന്റെ ഒരു സ്വാധീനം ഉണ്ടാകുമോ, അതോ നിലവിൽ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് എന്താണ്? ഇല്ല, ഇനി ഒരു ന്യൂനമർദ്ദം ഉടനെ ഒന്നും ഉണ്ടാവുന്നില്ല. ഇല്ല, അത് മാത്രമല്ല ഈ 2 ദിവസം കഴിഞ്ഞ മഴയ്ക്ക് ഗണ്യമായ കുറവുണ്ടാവും. അതൊരു പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് നല്ല മഴയായിരുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. ആ മഴയ്ക്കൊരു കുറവ് വരും. 31-ാം തീയതി കൂടി ഗണ്യമായ കുറവ് കേരളത്തിൽ അനുഭവപ്പെടും. അതായത് ഈ 2 ദിവസം കൂടി ഇങ്ങനെയൊരു ജാഗ്രത, അതെ, ജാഗ്രത കൂടുതൽ വെക്കേണ്ട 2 ദിവസങ്ങളാണ് ഇന്നും നാളെയും. അതിനുശേഷം മഴയ്ക്ക് കാര്യമായിട്ടുള്ള കുറവുണ്ടാവും. ഓക്കെ, ഈ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ഈ കാലവർഷം തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെയൊരു തീവ്രമായ മഴ ലഭിച്ചത് ഈ ന്യൂനമർദ്ദത്തിന്റെ ഒരു സ്വാധീനമാണോ, അതോ അതിനപ്പുറത്തേക്ക് ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടാണോ? അല്ല, ഇത് നമ്മൾ പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തിയും അത് എത്ര ഉയരത്തിൽ അന്തരീക്ഷത്തിൽ കാണുന്ന ഈ 2 ഘടകങ്ങളാണ് കേരളത്തിലെ മഴയെ സ്വാധീനിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം എന്തെങ്കിലുമൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള സ്ഥലത്താണ്. ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടാകുന്ന എല്ലാ ന്യൂനമർദ്ദങ്ങളും നമ്മുടെ മഴയെ അനുകൂല രീതിയിലേക്ക് ബാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ മഴ കൂടുതലുണ്ടാവുള്ളൂ. ഇപ്പൊ ഈ വർഷം മൺസൂൺ ഓൺസെറ്റ് നടന്നതിന് ശേഷം കാറ്റിന്റെ ശക്തി വളരെ കൂടുതലായിരുന്നു. ഒരു 6.5 കിലോമീറ്ററോളം പടിഞ്ഞാറൻ കാറ്റ് കാണാൻ പറ്റുമായിരുന്നു. കാറ്റിന്റെ വേഗവും വളരെ കൂടുതലായിരുന്നു. ഈവൻ ഏറ്റവും താഴ്ന്ന തലങ്ങളിൽ പോലും 1 കിലോമീറ്ററിന് താഴെ പോലും നമുക്കൊരു 70-80 കിലോമീറ്റർ സ്പീഡിൽ കാറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമിനി ദ്വീപിലും ചില ദിവസങ്ങളിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് നമുക്ക് ഈ കാറ്റിനോടനുബന്ധിച്ചുള്ള ഈ ഒരു നാശനഷ്ടങ്ങളും കൂടി ഫേസ് ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. എന്തായാലും ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേർന്ന് വലിയ ജാഗ്രതാ നടപടികൾ, മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ ജില്ലകളിലും. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.